السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. അല്ലാഹയെ മാത്രം കൊള്ളടോ, മറ്റുള്ളതെല്ലാം വെടിയടോ. അല്ലാഹുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിലൊന്നുമില്ലടോ. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആധുനികതയുടെ അതിപ്രസരിപ്പിൽ മതിമറന്ന് ജീവിക്കുന്ന ഇന്നത്തെ ഈ സമൂഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കാനും ദൈവസ്മരണയിൽ ആനന്ദം കണ്ടെത്താനും മറക്കുന്ന ഈ ഒരു അവസരത്തിൽ ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കൽ എന്ന വിഷയത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെന്നെ തുണച്ച പ്രപഞ്ച പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ അല്ലാഹു മറവി നൽകിയിരിക്കുന്നത് രണ്ട് രൂപത്തിലാണ്. ഒരു മനുഷ്യൻ അല്ലാഹു മറവി നൽകിയിരിക്കുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അവന്റെ സുഖകരമായ ജീവിതത്തിനുള്ള അനുഗ്രഹീതമായ മറവിയാണ്. രണ്ടാമത്തേത് വളരെയധികം ഭയാനകമായ ഡേഞ്ചറസായ മറവിയാണ്. ഏതാണ് ആ മറവി? ഏതാണ് ആ മറവി? ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡേഞ്ചറസായ മറവി അത് അല്ലാഹുവിനെ സ്മരിക്കാൻ മറന്നു പോകലാണ്. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ. നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കണം. ഇന്നത്തെ ഈ സമൂഹം നിരവധി ടെൻഷനുകൾ കൊണ്ടും സ്ട്രെസ്സുകൾ കൊണ്ടും പ്രയാസപ്പെടുകയാണ്. കുടുംബത്തിൽ സ്വൈര്യമില്ല, കച്ചവടത്തിൽ ബർക്കത്തില്ല, മനസ്സിന് ശാന്തിയില്ല. എന്താണ് പരിഹാരം? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് റഅദിലൂടെ പറയുന്നു, الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب ألا بذكر الله تطمئن القلوب. തീർച്ചയായും മനുഷ്യഹൃദയങ്ങൾ ശാന്തത കണ്ടെത്തുന്നത് ദൈവസ്മരണയിലൂടെയാണ്. ആ ദിക്റല്ലേ മനുഷ്യന് കാവലി. ആ ദിക്ർ കൊണ്ടല്ലേ മനുഷ്യൻ ഹൃദയശാന്തി കൈവരിക്കുന്നത്. കേവലം ചുണ്ടുകൊണ്ട് ചൊല്ലുന്നതല്ല ദിക്ർ. മനസ്സും ശരീരവും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇഖ്ലാസോട് കൂടി അല്ലാഹുവിനെ സ്മരിച്ച്, അല്ലാഹുവിന്റെ നിഅമത്തുകളെ ചിന്തിച്ച്, അല്ലാഹുവിന്റെ ആയത്തുകളെ സ്മരിച്ചുകൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കലാണ് ദിക്ർ. ആ ദിക്റിന്റെ ഇതിൽ അലിഞ്ഞത് കൊണ്ടാണ് മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മരണശയ്യയിൽ കിടക്കുമ്പോഴും തന്റെ കയ്യിലെ തസ്ബീഹ് മാല ചലിച്ചത്, ആ ചുണ്ടുകൾ തഹ്ലീൽ കൊണ്ട് ചലിച്ചത്. അദ്ദേഹത്തിന് ബോധമില്ലായിരിക്കും എങ്ങനെയാണ് ആ തസ്ബീഹ് മാല ചലിച്ചത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ദിക്ർ നാം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് മാത്രമേ നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും മനസ്സിന് ശാന്തത കണ്ടെത്താനും സാധിക്കുകയുള്ളൂ. സദാസമയം അല്ലാഹു തആലയുടെ സ്മരണയിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.